ഹലോ ഗൈസ്, എൻ സി സിയിൽ ചേരുന്ന എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് തേർഡ് ഇയറിലുള്ള സി സർട്ടിഫിക്കറ്റ് ആണല്ലേ. അതോടുകൂടി എൻ സി സിയോട് എന്നേക്കുമായി ബൈ പറയുകയാണ്. 3 വർഷത്തെ കഷ്ടപ്പാട് 2 ദിവസം കൊണ്ട് അസസ് ചെയ്യപ്പെടുകയാണ്. ഞങ്ങൾ ചെന്നത് സി സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ആയിരുന്നു കേട്ടോ. ഫെബ്രുവരി 14-നും 15-നും ആയിരുന്നു. ഒരു സാറ്റർഡേയും സൺഡേയും. അങ്ങനെ സാറ്റർഡേയിലെ എക്സാം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിരുന്നു. അത് നമുക്ക് ബെസേലിയസ് കോളേജ് കോട്ടയത്തായിരുന്നു. അതുപോലെ തന്നെ 15th സൺഡേയിൽ നമുക്ക് തിയറി എക്സാമിനേഷൻ, അത് തൊട്ടടുത്തുള്ള MD സെമിനാരിയിലും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ബെസേലിയസിലെ പ്രാക്ടിക്കൽ കഴിഞ്ഞ ശേഷം നേരെ ചെന്നത് ഒരു ബിരിയാണി കടയിലോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുഖവും കൈയും ഒക്കെ കഴുകി മടുത്ത് ക്ഷീണിച്ചിരുന്നപ്പോൾ ബിരിയാണി എത്തി. അതും കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ഇത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് അമ്മ വീട്ടിലേക്കാണ് കേട്ടോ. കോട്ടയത്ത് നിന്ന് നമുക്ക് പാണ്ഡവം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലോട്ട് 10 രൂപ മാത്രമേ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം തൊട്ട് പിറ്റേ ദിവസം നമുക്ക് ചെല്ലേണ്ടത് MD സെമിനാരി കോട്ടയത്ത് തന്നെയാണല്ലോ. എന്നെ കാത്തു നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേസ്, അതെ. അമ്മൂമ്മയെ കണ്ട ഒരുപാട് സന്തോഷം. ബിക്കോസ് കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ട്. ഒത്തിരി ആയിട്ടോ പോയിട്ടൊക്കെ. കാരണം ശനി ഞായറും ഒക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട്. ഞാൻ ചെന്നപ്പോഴേ എനിക്ക് ബിരിയാണി എന്തോരം സാധനങ്ങളാ നിമിഷ നേരം കൊണ്ട് മേടിച്ചതെന്നറിയോ. ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5 മിനിറ്റ് മുന്നേ അമ്മ എന്തോ പറഞ്ഞു ചിലപ്പോൾ വരും, അല്ലെ പിന്നെ പരിഭവമാകും, വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം തൊട്ടടുത്തുള്ള കടയിലോട്ട് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി അതും ഇതും എല്ലാം മേടിച്ചു തന്നു. നിങ്ങളുടെ അമ്മമാരിങ്ങനല്ലേ? ഞാനെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. എന്ത് കെയറിങ് അല്ലേ. അങ്ങനെ എനിക്ക് രാത്രി മൊത്തം തലവേദനയായിരുന്നു. അത്രയും വെയിലത്ത് നിന്നുകൊണ്ടായിരിക്കും. അപ്പം അതിന് ബാമൊക്കെ പുരട്ടി തന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:45-നാണ് കേട്ടോ റിപ്പോർട്ടിംഗ് ടൈം MD സെമിനാരിയിൽ തിയറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം സൺഡേ ആയതുകൊണ്ട് ബസ്സിൻ്റെ ടൈമിംഗ് അറിയില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് എന്നെ എൻ്റെ കസിൻ ചേച്ചി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ ഇവിടെ കൊണ്ടുകിട്ടു കേട്ടോ. തിയറി എക്സാമിനേഷന് ശേഷം നേരെ ഇറങ്ങിയത് ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കടയൊന്നും തപ്പിയിട്ടില്ല, ഒത്തിരി ദൂരെയാണ്. അത്രയും നേരം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ഗോൾഡൻ ബേക്കറിയിൽ കയറി. കോളേജ് ലൈഫിലെ NCC എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യലാണ്. കാരണം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ എൻജോയ്മെൻറ്റ് മാത്രം നോക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നും. പക്ഷെ പിന്നീട് ഇതൊക്കെ ഒരു മെമ്മറിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനീഷ്യേറ്റീവ് ഓരോ ആക്ടിവിറ്റീസിൽ എടുത്തിട്ടുള്ളവർ കമൻറ്റ് ഇടുക കേട്ടോ. അങ്ങനെ 3 വർഷത്തെ NCC ജീവിതം കോളേജ് ലൈഫോട് കൂടി തന്നെ തീരുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ് അണ്ടർ ഓഫീസർ അനു VM.